രാജ്യത്ത് നിലവിലുള്ളത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണെന്ന് പ്രശസ്ത ചലച്ചിത്രകാരൻ രാകേഷ് ശർമ്മ. ക്രിയാത്മക വിമർശനങ്ങളെ അടിച്ചമർത്തുന്ന നയങ്ങളാണ് ഭരണകൂടം തുടരുന്നത്. ഇത്തരം നീക്കങ്ങൾക്കെതിരെ ജനകീയ പ്രതിരോധം ഉയർന്നുവരണമെന്നും രാകേഷ് ശർമ്മ കൊച്ചിയിൽ പറഞ്ഞു. കൊച്ചിയിൽ നടക്കുന്ന സയൻസ് ഹ്രസ്വ ചലച്ചിത്രമേളയിൽ ഇൻടോളറന്റ് ഇന്ത്യ, ഫ്രീ സ്പീച്ച് ആൻഡ് സെൻസേർഡ് മൈൻഡ് എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുന്നതിനിടെയാണ് ഇന്ത്യയിൽ നിലവിലുള്ളത് ഭരണകൂട ഭീകരതയാണെന്ന് രാകേഷ് ശർമ്മ അഭിപ്രായപ്പെട്ടത്. മാറി മാറി വന്ന സർക്കാർ അഭിപ്രായങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും നിലവിലെ സ്ഥിതി കൂടുതൽ അപകടകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. So I've not just in the classical sense of revisiting, I've not just gone back to everybody I filmed with in 2002 and I've followed with them at the 5-year mark and at the 10-year mark, and through their personal stories you realize the journey of polity in Gujarat, journey of relief, rehabilitation and justice in Gujarat and so on. ജനകീയ സമരങ്ങളെ മുഖ്യധാരാ മാധ്യമങ്ങൾ തിരസ്കരിക്കുകയാണ്. ഇതിനു കാരണം മാധ്യമങ്ങൾക്കുമേലുള്ള കോർപ്പറേറ്റ് നിയന്ത്രണമാണെന്നും രാകേഷ് ശർമ്മ പറഞ്ഞു. ക്രിയാത്മക സമരങ്ങൾ നടത്തുന്നവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തുക പതിവായിരിക്കുകയാണ്. രാജ്യത്ത് വർഗീയത വളർത്താനുള്ള ശ്രമങ്ങൾക്കെതിരെ നിശബ്ദത വെടിയണമെന്നും രാകേഷ് ശർമ്മ പറഞ്ഞു. രാകേഷ് ശർമ്മ സംവിധാനം ചെയ്ത ഫൈനൽ സൊല്യൂഷൻ റീവിസിറ്റഡ് എന്ന ഡോക്യുമെന്ററിയുടെ പ്രസക്ത ഭാഗങ്ങളും മേളയിൽ പ്രദർശിപ്പിച്ചു. റിപ്പോർട്ടർ, കൊച്ചി.